ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വലിയ സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത് നവീൻ ജാനകിയും തമ്മിൽ വഴക്കിടുന്നതാണല്ലോ, നമ്മുടെ നന്ദുവിൻ്റെ കേസും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ടല്ലോ, അവളാണ് പരിധി വിട്ടിട്ട് പെരുമാറിയത് അമ്പലമുറ്റത്ത് വെച്ചിട്ടെന്ന് പറയണ്ടല്ലോ. അപ്പോൾ നവി പറയുന്നുണ്ട് കേട്ടോ, അതിനിപ്പോൾ അവളെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? അനിയനെ കാണാണ്ടായപ്പോൾ എല്ലാവരെയും പോലെ അവളൊന്നും പരിഭ്രമിച്ചു. എന്നിട്ട് കണ്ടെത്തിയപ്പോൾ അനിയാണ് അവളോട് പരിധി വിട്ട് പെരുമാറിയത്. അവൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ജാനകി പറയണ്ട കേട്ടോ, ഇതൊക്കെ ചേച്ചിമാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അനിയത്തി പറയുന്ന കഥകളാണ്, സത്യതൊന്നല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നവ്യ ദേഷ്യം വന്നിട്ട് പറയണ്ട, അമ്മയും അല്ലെങ്കിൽ അമ്മയുടെ മോനെ പറഞ്ഞ് തിരുത്തണം, അല്ലാണ്ട് തെറ്റുകളൊക്കെ എടുത്തിട്ട് നന്ദൂടെ തലയിൽ ഇടല്ല വേണ്ടത്. അപ്പോൾ ജാനകി പറയണ്ട കേട്ടോ, ദേഷ്യം വന്നിട്ട്, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിൻ്റെ അനിയത്തി എത്ര നല്ലവളാന്ന് പറഞ്ഞാലും ശരി, ഈ വീടിൻ്റെ പടി ഞാൻ അവൾക്കായിട്ട് തുറന്നു കൊടുക്കില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നീ എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തിക്കോ. അതിനുവേണ്ടി നീ അവളെ പ്രേരിപ്പിക്കണം. അതിന് കഴിയാണ്ട് വന്നാൽ പല ദുരിതങ്ങളും ഇവിടെ കാണേണ്ടി വരും. അതും പറഞ്ഞ് ജാനകി പോകണം കേട്ടോ. അപ്പം നമ്മുടെ ജലജ മനസ്സിൽ പറയാണ്, അത്തരം ദുരന്തങ്ങളൊക്കെയാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നതെന്ന്. അപ്പോൾ മിണ്ടാതെ നിൽക്കുന്ന അവയുടെ അടുത്ത് ജലജ പറയുന്നത്, മോളെ നിനക്കിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ട്, നീ അതിൻ്റെ കാര്യമൊക്കെ നോക്കിയിരുന്നാൽ മതി, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം ഇടപെടാനൊന്നും പോകണ്ട. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, അനി നന്ദുവിൻ്റെ പിന്നാലെ പ്രാന്ത് പിടിച്ച് നടക്കുക, മിക്കവാറും അവർ തമ്മിൽ യോജിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയും, ഒരിക്കലും ഇല്ലമ്മേ. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ അനി ഫ്രണ്ട്സും കൂടിയിട്ട് കടലിലവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പറഞ്ഞ പോലെ എൻ്റെ മുത്തച്ഛന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയത്, അതിന് കാരണം ഞാനാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ല സങ്കടമുണ്ട്. ഈ വിഷം ചേരണ പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും വീട്ടിലുള്ളവരൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തതും ഞാനാ. അന്ന് തന്നെ അവൾ വീട്ടിലുള്ള എല്ലാവരും മനം കവർന്നു, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ എല്ലാവരെയും. അതുകൊണ്ടാണ് പെട്ടെന്നൊരു കല്യാണാലോചന വന്നപ്പോൾ ആരും എതിർക്കാഞ്ഞത്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെയുള്ളവൾ എന്നിട്ട് എന്തൊക്കെയാണ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനി പറയുന്നുണ്ട്, എടാ ഇങ്ങനത്തെ കുടുംബത്തെ, കെട്ടുറപ്പുള്ള കുടുംബത്തെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേ ആൾക്കാർക്ക് കേൾക്കാനൊരു സന്തോഷമാണ്. എന്നിട്ട് പറയേണ്ടത്, ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ താളപ്പിഴകളില്ലാത്തൊരു കുടുംബം ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ ജനിച്ച് ഇത്രയും വർഷമായിട്ടും അനന്തപുരി തറവാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതിന് മുത്തച്ഛ ഇട കൊടുത്തിട്ടുമില്ല. എന്നിട്ട് അങ്ങനെയുള്ള മുത്തച്ഛനെ വരെ അവൾ കരിവാരി തേച്ച് കളഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് കേട്ടോ, അതിന് അവളുടെ മുഖത്തെ കരിയോല ഒഴിക്കുക വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, കരിയോല ഒഴിക്കല്ല, അവളുടെ മുഖത്തെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. എന്നിട്ട് അനി പറയുന്നുണ്ട്, ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി, മുത്തച്ഛ ഇതിലൊന്നും അടിപതർന്ന ആളൊന്നല്ല, സത്യവിരുദ്ധമായിട്ട് ആരെന്ത് പറഞ്ഞാലും മുത്തച്ഛ അത് അംഗീകരിച്ച് കൊടുക്കൂല. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്തായാലും അനാമിക എന്ന് പറയുന്നവൾ അനന്തപുരി തറവാട്ടിൽ കയറില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനി പറയും, അതാണ് ഈ സംഭവം കൊണ്ട് ആകെയുള്ളൊരു മെച്ചം. അപ്പോൾ കൂട്ടുകാരൻ പറയും, ഇനി നിനക്ക് ധൈര്യമായിട്ട്, ഇപ്പോൾ റൂട്ട് ക്ലിയർ അല്ലേ, ധൈര്യമായിട്ട് നിനക്ക് നന്ദുവിനെ പ്രപ്പോസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഈ കോലാഹലത്തിനിടയ്ക്ക് ഞാൻ അവളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഞങ്ങളുടെ ബന്ധം അംഗീകരിക്കത്തൊന്നുമില്ല. അനാമിക എൻ്റെ തലയിൽ നിന്ന് പോകണം. പിന്നെ നന്ദുവിനെ കുറച്ച് നാൾ പ്രേമിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അനി. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, അനി നിനക്കറിയാലോ, ഈ അനാമിക അവളുടെ അച്ഛനും അമ്മയൊക്കെ പാപ്പരാ, അവർ പണത്തിന് വേണ്ടിയിട്ട് ഈ പരാക്രമമൊക്കെ കാണിക്കുന്നതും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവളെ ഒഴിവാക്കി വിടാൻ നോക്ക്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇനി എൻ്റെ മുത്തച്ഛൻ അവർക്ക് ഒന്നും കൊടുക്കുന്നു എനിക്ക് തോന്നണില്ല. മുത്തച്ഛനും അവരുടെ ഉദ്ദേശം പണമെന്നുള്ളത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അനന്തമൂർത്തി പറഞ്ഞ എൻ്റെ മുത്തച്ഛനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അതൊരു ഒന്നൊന്നര മുത്തച്ഛനാ, ഡബിൾ സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഒരു തറവാടിൻ്റെയും ജ്വല്ലറിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ മുത്തച്ഛൻ അതിന് അടിവരയിടുള്ളൂ. ഈ സമയം നമ്മുടെ ആദർശം നയനയും കൂടി ജ്വല്ലറിയിൽ ഇങ്ങനെ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, അനന്തപുരി തറവാടിൻ്റെയും മൂർത്തി ജ്വല്ലറിനെയും സകല ഇമേജും തകരുന്ന രീതിയിലാണ് അവൾ ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, എന്നാലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ നയനെ, അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നയന, എന്നാലും എന്തൊക്കെ കള്ളങ്ങൾ അവൾ പറഞ്ഞത്. കുടുംബ കോടതിയിൽ ഇത്രയും കേസുകൾ വരുമ്പോൾ വക്കീലന്മാർ എന്തായാലും രണ്ടുപേർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും, എതിർഭാഗത്തുള്ളവരെ അത്രയും മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. ആരും മനസ്സിൽ വരെ കാണാത്ത കഥകളായിരിക്കും അവിടെ പറയണത്. ഇവിടെ അനാമിക അനന്തപുരിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ അവൾക്ക് എന്തും പറയാം. അപ്പോൾ നയന ചോദിക്കും കേട്ടോ, ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടേന ആദർശേട്ടാ, നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ നമ്മളിതൊക്കെ കാര്യമായിട്ട് എടുക്കുമ്പോഴാണ് അവർ വിജയിക്കുന്നത്. അപവാദങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി എന്തായാലും എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് കോടതിയിൽ കേസും വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവളായിട്ടാണ് ഡിവോഴ്സിന് മുൻകൈ എടുക്കുന്നത് നല്ലതെന്ന് പറയുന്നത് കേട്ടോ ആദർശ്. അല്ലെങ്കിൽ നമ്മളായിട്ടാണെങ്കിൽ ഒരുപാട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവളെ പോലെ അർഹതയില്ലാത്തവർക്ക് ഒന്നും കൊടുക്കരുത്, അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം നയന പറയേണ്ടത്, ഇതിപ്പോൾ ഒരു ട്രെൻഡായിരിക്കാനുള്ള ആദർശേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സമ്പത്തുള്ള ആൾക്കാരെ കെട്ടുക, എന്നിട്ട് ഡിവോഴ്സ് ചെയ്യുക, കോമ്പൻസേഷൻ മേടിക്കുക. ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിൽ പെട്ടുപോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പണമാണ് ഏറ്റവും എല്ലാം എന്ന് വിചാരിക്കേണ്ട ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. കാലം നല്ലതൊന്നല്ല, ആണും പെണ്ണൊക്കെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ടായി പോണത്. പിന്നെ നമ്മളൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോണത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അതിനിടയ്ക്കാണ് ഈ അനാമികയും അബിയും അവൻ്റെ അമ്മയൊക്കെ വന്ന് പെട്ടത്. ഒരു കുടുംബത്തിലെ അവരെപ്പോൾ ഒരാളുണ്ടായാൽ മതി, ആ കുടുംബത്തിലെ എല്ലാവരും നാണം കെടാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്.
സ്റ്റേഷനിലാണെങ്കിൽ നന്ദു ഇങ്ങനെ ആകെ അസ്വസ്ഥയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മൊബൈൽ അടിക്കുന്നുണ്ടേ. നോക്കിയപ്പോൾ സി ഐ സാറാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട്, ഹലോ സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഫ്രീ ആണോ എന്ന് ചോദിക്കണ്ടേ. അപ്പോൾ അതെ സാർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഒന്നും ഇങ്ങോട്ട് വരുമോ. നന്ദുവിൻ്റെ മുഖമൊക്കെ പോയിട്ടുണ്ടോ. നന്ദു പറയുന്നുണ്ട്, മമ്മൂട്ടി കളിച്ച് നടക്കണം ഒരാൾ ഒരു പക്വതയില്ല, എന്നിട്ടോ പറയേണ്ടതാണെങ്കിലോ വലിയ ഗജകേസരി. എന്നിട്ട് പറഞ്ഞിട്ട് വിടിച്ചപ്പോൾ തന്നെ പോകണില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ടിട്ട് നന്ദു. എന്നിട്ട് സി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഇപ്പോൾ നന്ദുവിടെ വരുമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ മെയ് കമ്മിൽ ഒരാണിൻ്റെ ശബ്ദം. അപ്പോൾ ഈ നന്ദുവിനെയാണല്ലോ ഞാൻ വിളിച്ചത്, പിന്നെ ആരെയും ഇടയ്ക്ക് കയറി വരുന്നത് എന്നും പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അമ്മാവനാണ് കേട്ടോ. അമ്മാവനോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അമ്മാവൻ ഇരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മാവൻ ചോദിക്കേണ്ട, നീ നാട്ടിലേക്ക് വന്നിട്ട് മുങ്ങി നടക്കുക, അവിടെ ഒരു കൊച്ചിനെ കാത്തിരിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിയുടെ മുഖം അങ്ങോട്ട് പോയിട്ട് അത് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. എടാ ഇത്ര നാൾ ഓരോ നീക്കുപോക്കുകളൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു, ഇനി ഇത് പറ്റില്ല, ഇത്രയും പെട്ടെന്ന് നമുക്ക് ചടങ്ങ് നടത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സി പറയണ്ട, അയ്യോ അമ്മാവ അവൾക്ക് 20 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, എനിക്ക് 30 കഴിഞ്ഞു, ഇനി പ്രായം തമ്മിൽ ചേരുമോ എന്നൊരു സംശയം. അപ്പോൾ അമ്മാവൻ പറയണ്ട കേട്ടോ, പ്രായം തമ്മിൽ ചേരുമെന്ന് നമ്മളല്ലേ തീരുമാനിക്കണത്, അവൾക്കും ഞങ്ങൾക്കും അതൊരു പ്രശ്നമേ അല്ല, ഞങ്ങൾക്ക് നീ മതി, ഇനി എന്തെങ്കിലും പറയണ്ടോ എന്ന് എനിക്ക് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ സി ഐനും തപ്പണേ. എന്നിട്ട് അമ്മാവൻ പറയടാ, നിൻ്റെ ഈ സി ഐ പണിയൊന്നും വേണ്ട അവൾക്ക് ജീവിക്കാൻ, പിന്നെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ നിലയും വിലയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നീ തന്നെ മതിയെന്ന് ഞാനും നിൻ്റെ അമ്മയൊക്കെ തീരുമാനിച്ചത്. പിന്നെ പെണ്ണിനാണെങ്കിൽ പണ്ടേ നിന്നെ ഇഷ്ടമാണ്, നിനക്ക് മമ്മൂട്ടിയുടെ ലുക്ക് ഉണ്ടെന്നൊക്കെയാണ് അവൾ പറയണത്. അപ്പോഴേക്കും നമ്മുടെ നന്ദുട്ട വരണ്ട. അപ്പോൾ എന്നിട്ട് സെല്യൂട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണ്ട, അമ്മാവ ഇത് സ്റ്റേഷനിലെ എസ് ഐ ആന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാവൻ പറയണ്ട, ഓ വനിത എസ് ഐ, പക്ഷേ നമ്മൾ ആണുങ്ങളെക്കാളും പുലിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴേ തോന്നിയെന്ന് പറയുന്നുണ്ട് അമ്മാവൻ. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞിട്ട് അമ്മാവൻ എനിക്ക് കേട്ടോ. ശരി നീ സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വന്നു പറഞ്ഞിട്ട് അമ്മാവൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സി പറയുന്നത്, നന്ദു ഇരിക്കേ. എന്നിട്ട് നന്ദു ഇരുന്നു കേട്ടോ. അപ്പോൾ നന്ദുവിന് ഒരു പ്രത്യേക തരം നോട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദുവിന് ആകെ അസ്വസ്ഥയായിട്ട്. അപ്പോൾ നന്ദു ആകെ ഇറിറ്റേറ്റായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ വിളിപ്പിച്ചെന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ സി ചോദിക്കുന്നുണ്ട്, കണ്ടായിരുന്നോ ചാനലിൽ വന്ന ഇൻ്റർവ്യൂ ഒക്കെ. കണ്ടായിരുന്നു സാർ, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, അതിലൊരു ശതമാനം പോലും സത്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സി ഐ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറയുമ്പോഴും ഈ അനി എന്ന് പറഞ്ഞ പയ്യനായിട്ട് നന്ദുവിന് പരിധി വിട്ട് അടുപ്പൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ, അവൻ എൻ്റെ ബന്ധുവാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സി ഐ പറയട്ടെ, എന്നാലും ഇത് വലിയൊരു കുടുംബത്തെ പറ്റിയാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത്, ഇത്രയ്ക്ക് അവൾ തറപ്പിച്ച് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യം കാണില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, സാറിനെ വിളിപ്പിച്ചപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യമായിരിക്കുന്ന ഞാൻ കരുതിയത്, ഇതെൻ്റെ കുടുംബക്കാരിയല്ലേ സാർ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നോക്കുന്നെന്തോ ഞാൻ എൻ്റെ സഹപ്രവർത്തകരുടെ എല്ലാവരുടെയും താഴെയുള്ള ജോലിക്കാരുടെ എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇടപെടാറുണ്ട്, ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ മനുഷ്യല്ലേ നന്ദു, അപ്പം നമ്മുടെ സഹപ്രവർത്തകരുടെയൊക്കെ പ്രശ്നത്തിലും വിഷമത്തിലൊക്കെ നമ്മൾ ഇടപെടണ്ടേ, ഈ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നും ഇല്ലേ സാർ എന്ന് പറയുന്നുണ്ട് നന്ദു. അവളൊരു കഴമ്പില്ലാത്ത പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കി ഇടാറില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂവിലൂടെ നന്ദുവിനെ അവൾ തേജോധം ചെയ്തിട്ടുണ്ട്, അവളെ നമുക്ക് തൂക്കിയെടുത്തോണ്ട് വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സി ഒന്നും വേണ്ട സാർ, ഇപ്പോൾ ചാനലിലൊക്കെ ഇരിക്കണോണ്ട് ഈ സമയത്ത് അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലും അതും ചാനൽ വാർത്തയാക്കും, അതുകൊണ്ട് ഒന്നും എതിർക്കേണ്ടെന്ന് എൻ്റെ തീരുമാനം. പക്ഷേ അവളത് വിവാദമാക്കി കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് അവളുടെ സംസ്കാരം, ആ ലെവലിലേക്ക് താഴെ നമുക്ക് പറ്റില്ലല്ലോ സാർ. അപ്പോൾ സി എ പറയട്ടെ കേട്ടോ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദു പറയും, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ എന്നെ സോൾവ് ചെയ്തോളാം സാർ, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ എനിക്കുണ്ടെന്ന് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് നന്ദു എനിക്ക് കിട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മറ്റെന്തെങ്കിലും ജോലി എന്നെ ഏൽപ്പിക്കാനുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സി എ പറയില്ല. അതിൻ്റെ നന്ദു പുറത്തേക്ക് ഇപ്പോൾ സി എ എന്ന് പറഞ്ഞിട്ട്, അവളൊരു പുലിയാണ്, ശരിക്കും പറഞ്ഞൊരു പെൺസിംഹം. അത് കഴിഞ്ഞിട്ട് നന്ദു അങ്ങനെ വന്നിട്ട് ഒരു വണ്ടിയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സി ഐയും വരുന്നുണ്ട്. അപ്പോൾ സി ഐ ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സി ഐ പറയുന്നുണ്ട്, എടോ ചാനലുകാർ നമ്മുടെ സേനയെ കുറിച്ച് പറഞ്ഞതൊക്കെ എന്താ കേട്ടിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയും, കോൺസ്റ്റബിൾ പറയും, കേട്ടിരുന്നു, സാധാ അവർ പൊടുപ്പുന്നെങ്കിലും വെച്ച് മാത്രം പറഞ്ഞതല്ല, അതിൽ ചില സത്യങ്ങളും ഉണ്ട്. അപ്പോൾ സി ഐയുടെ മുഖം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, സാർ ഇവിടെ ജോയിൻ ചെയ്ത ദിവസം തന്നെ അവനെ കണ്ടിരുന്നില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടു, ഞാൻ അവനെ ശ്രദ്ധിച്ചിരുന്നില്ല. എൻ്റെ സാർ ഏത് നിമിഷവും എസ് ഐ മേഡത്തിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയ പയ്യൻ, അവന് പ്രേമ സാറിനോട്. അത് സി ഐക്ക് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നിട്ട്, അനാവശ്യം പറയരുത്, അങ്ങനെ പെട്ടെന്നൊരു ആണിനെ കയറി പ്രേമിക്കുന്നവളൊന്നല്ല നമ്മുടെ എസ് ഐ, അവളെ ചുണക്കുട്ടിയാന്ന് പറയുന്നുണ്ട് കേട്ടോ സി ഐ. അങ്ങനെ ഒരു ആണിനൊന്നും പെട്ടെന്ന് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ചെറിയ ചിരിയോട് കൂടിയിട്ട്, അതിന് മേഡത്തിൻ്റെ മനസ്സിൽ അയാൾ സ്ഥാനം പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവനാണ് ഏത് സമയം മേഡത്തിൻ്റെ പിന്നാലെ കറങ്ങണത്, അവൻ്റെ 2 ചേട്ടന്മാരാണ് മേഡത്തിൻ്റെ 2 ചേച്ചിമാരെയും കല്യാണം കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് മേഡത്തിന് അവനെ പിണക്കാൻ പറ്റില്ലല്ലോ,
ആ സ്വാതന്ത്ര്യത്തിൽ അവൻ ഇവിടെ കിടന്ന് കറങ്ങണേന്ന് പറയുന്നുണ്ട് കേട്ടോ കോൺസ്റ്റബിൾ. അല്ല സാർ ഇതെന്താ ചോദിക്കാൻ കാരണം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞല്ല എൻ്റെ സഹപ്രവർത്തകയല്ലേ, എൻ്റെ താഴെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയല്ലേ, അവരെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്ന് ഞാൻ അതിനെ അന്വേഷിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നത് സാറേ മേഡത്തിനോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചു, പക്ഷേ അവരെക്കുറിച്ചുള്ളൊരു വാർത്ത ചെയ്തുകൊണ്ട് അവർ പറഞ്ഞത് മാത്രം വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അത് കുടുങ്ങാൻ പറ്റില്ലല്ലോ, കുടുങ്ങാതെ വിഴുങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞിട്ട് ആദ്യമൊക്കെ ആ പയ്യൻ വരുമ്പോഴേ മേഡം നന്നായി ചൂടാവായിരുന്നു, ഒരു ദിവസം അവൻ്റെ കോളറിന് പിടിച്ചിട്ട് ഭിത്തിയിൽ ചേർത്തും ചെയ്തു. അപ്പോൾ സിയെ നന്നായി ചിരിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് കൊള്ളത് നന്നായി, അവളെ പോലെ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട പ്രതികാരം തന്നെ ഉണ്ടായിരിക്കണേ എന്നിട്ട് ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ പയ്യൻ മിസ്സിങ് ആയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നന്നായി എന്ന് പറയുന്നുണ്ട് സി, അത് പേടിച്ചിട്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് പേടിച്ചിട്ടല്ലേ സാർ, അതൊരു പ്രതിഷേധമായിരുന്നു. അവനെ കാണാതായിപ്പോൾ എസ് ഐ മേഡത്തിന് ആകെ കുറ്റബോധമായി. എന്നിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവനെ അന്വേഷിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ആ വീഡിയോ പുറത്ത് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വീഡിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അത് ഇത്തിരി പരസ്യമായി പോയി സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് പരസ്യം പറയൂ, അത് ചോദിക്കാൻ അതറിയാനല്ലേ ഞാൻ ചോദിക്കണത്, പരസ്യമെങ്കിൽ പോയി പിന്നെ എന്താ കുഴപ്പം, എന്നോട് പറഞ്ഞാലെന്താ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആകാംക്ഷയല്ലേ. അപ്പോൾ കുറച്ചപ്പോൾ വേണ്ടി പറയണില്ലേ സാറേ, വേണമെങ്കിൽ ഞാനത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മേഡത്തിനോട് ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ നന്ദുവിൻ്റെ അനിയുടെയും. അത് കണ്ടപ്പോൾ സിയുടെ മുഖമാകെ പോയി. എന്നിട്ട് സിയെ ചോദിക്കുന്നുണ്ട് ഇവൻ കമ്പ്യൂട്ടർ വിദഗ്ധനാണല്ലേ ഈ അനന്തപുരിയിലെ പയ്യൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കും അതെന്ത് സാർ അങ്ങനെ ചോദിക്കും. ഇതേ കമ്പ്യൂട്ടറിൻ്റെ കളിയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലുറപ്പിച്ച ഈ കാലത്തെ ആടിന് പട്ടിയും പേപ്പട്ടിയും ഒക്കെ ആക്കാൻ പറ്റും. അങ്ങനെ ആ ദുഷ്ടൻ അനന്തപുരിയിലെ വീട്ടിൽ നിന്ന് തടിച്ചുകൊണ്ട് നടക്കുന്നവൻ എൻ്റെ സഹപ്രവർത്തകയോട്, അതും ഒരു വനിതയോട് ചെയ്തത്, അല്ല അവിവാഹിതയായ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തതെന്നാണ് കേട്ടോ പറയണേ. അല്ല നന്ദുതിൻ്റെ പേരിൽ കേസ് എടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് കേസെടുക്കാൻ പറഞ്ഞാലല്ലേ കേസെടുക്കാൻ പറ്റൂ സാറേ, ഇതവരുടെ കുടുംബ പ്രശ്നമല്ലേ. സി ഐ ആലോചിക്കണം കേട്ടോ മനസ്സിൽ, ഇത് അവളുടെ കുടുംബ പ്രശ്നമല്ല എൻ്റെയും കൂടിയും പ്രശ്നമാണ്, എൻ്റെ പെണ്ണിനോട് അവൻ. അപ്പോൾ കോൺസ്റ്റബിൾ എന്ത് സാർ ആലോചിക്കണേ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, അപ്പോൾ അവൻ വലിയ കുഴപ്പക്കാരൻ തന്നെയാണല്ലേ. അപ്പോൾ ചാനൽ വന്നത് അവൻ്റെ കളി തന്നെയായിരിക്കും, മനഃപൂർവ്വം നന്ദുവിനെ കരിവാരി തേച്ചിട്ടേ അവൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമായിരിക്കും. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് കേട്ടോ അതിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെയ്യ പറയുന്നത് ഇവനെപ്പോലുള്ള പയ്യന്മാരൊക്കെ ഏത് വലിയ തറവാട്ടിലെ അംഗമാണെങ്കിലും ഏത് മൂർത്തിശോലരുടെ അംഗമാണെങ്കിലും പൊതുജനത്തിന് മുമ്പിലെടുത്താൽ ചതയ്ക്കുക വേണ്ടത്, പണവും സ്വാധീനം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് എന്ത് പോക്കിത്തരം കാണിക്കാന്നാണോ അവൻ്റെയൊക്കെ വിചാരം, എൻ്റെ സ്വഭാവം അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നത് അതിന് എസ് ഐ മേഡത്തിന് പരാതിയൊന്നും ഇല്ലല്ലോ സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സി ഐ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പരാതിയുണ്ട്, എൻ്റെ സ്റ്റേഷനിലെ എസ് ഐയോട് അവൻ ഇത്തരം പ്രവർത്തികൾ ചെയ്തിരിക്കണേ. പെൺകുട്ടികൾ ചോദിക്കുന്ന ഒരുത്തിനും ഞാൻ വെറുതെ വിടില്ല, കുട്ടികളുടെ മാനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു സി ഐ ആണ് ഞാൻ, സർക്കിൾ ഇൻസ്പെക്ടർ സച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ സെല്യൂട്ട് അടിക്കുന്നുണ്ട്. വേണ്ടി സച്ചി സാറ് പോയപ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് കേട്ടോ ഇയാൾ ഇതൊക്കെ എന്നോട് പറഞ്ഞത്, ഇയാൾക്ക് ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നവ്യാണെങ്കിൽ ഇങ്ങനെ ഉമ്മറത്ത് പേപ്പർ വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ നയനെ ആദർശം കൂടിയിട്ട് വരുന്നത്. അപ്പോൾ ആദർശിനെ കണ്ടപ്പോൾ നമ്മുടെ മുഖം പോയി കേട്ടോ. എന്നിട്ട് ഇവർ ചെന്നപ്പോൾ വേഗം ഇൻറ്റിട്ടെന്ന് പറയുന്നത് കൊള്ളാം കേട്ടോ, എന്തായാലും സ്വന്തം വിലയും കളഞ്ഞതും പോരാണ്ട് മുത്തച്ഛൻ്റെ വിലയും കളഞ്ഞല്ലോ, എന്തൊക്കെയാണ് അവൾ ചാനലിൽ കൂടി വിളിച്ചു വീതെന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പം നയനെ പറയേണ്ടത് അതേ നാക്കിൻ്റെ ഇല്ലാത്തവർ അങ്ങനെ പലതും വിളിച്ചു പറയും, അതൊക്കെ കേട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും ആദർശേട്ടനില്ല. അപ്പം നവ്യ പറയാണ് ചിലരങ്ങനെയാണ്, എല്ലാ രീതിക്കും നാണം കെട്ട് കഴിഞ്ഞാലേ പിന്നെ അതൊന്നും കാര്യമാക്കില്ല. അപ്പം നവ്യ പറയുന്നത് പക്ഷേ ഈ തൊലി ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞേക്കാറില്ലേ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അതാണ് ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മൂർത്തി മുത്തച്ഛൻ്റെ ആദർശേട്ടൻ്റെയൊക്കെ പേര് പറഞ്ഞായിരുന്നു ഈ വീട്ടിലൊരു തല ഉയർത്തി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങേരുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടേ നിനക്ക് വരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നയന പറയണ്ടോ പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഏതവൻ്റെ മുമ്പ് കൂടി തല ഉയർത്തി പിടിച്ചെന്നെ നടന്നു പോകും. അപ്പം നവ്യ പറയണ്ടോ പക്ഷേ നിൻ്റെ ഭർത്താവിൻ്റെ പ്രവർത്തിക്കാരനെ ഞാൻ ഉൾപ്പെടെ വീട്ടിലെല്ലാവരും തല താഴ്ത്തിയപ്പോൾ നടക്കുന്നത്. അപ്പം നയന പറയണ്ടേ എനിക്കങ്ങനെ താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല, അറിഞ്ഞുകൊണ്ട് ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അറിയാണ്ടാണോ ചെയ്ത് ചോദിക്കേണ്ടിട്ട് നവ്യ. അപ്പം നയന പറയണ്ട അതേപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആളെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവനോട് ചോദിക്കുകയായിരിക്കും നല്ലത്. അപ്പം നവ്യ ചോദിക്കട്ടെ ഏതവൻ്റെ കാര്യം നീ പറയണേ ചോദിക്കുന്നുണ്ട്. അപ്പം ആദർശനെ നോക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് കണ്ണുകൊണ്ട് കാണിക്കും വേണ്ടാന്ന് കേട്ടോ. അപ്പം നയനയുടെ മുഖമൊക്കെ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ. നയന പറയണേ ഞാനൊന്നും പറയണില്ല, എന്നോട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ, കുടുംബത്തിലുള്ളവരെ വേദനിക്കാതിരിക്കാനും കുടുംബം തകരാതിരിക്കാനും പലതും ഉള്ളിൽ ഒതുക്കി നടക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ബലഹീനതയാണെന്ന് കരുതരുത്. സംസാരത്തിൻ്റെ ലെവൽ മാറിയാ പിന്നെ ചിലപ്പോൾ കരയേണ്ടി വരുന്നത് ചേച്ചിക്കായിരിക്കും എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ഒറ്റപ്പൊക്കെ പോയിട്ട് അതിനുള്ളിലേക്ക്. അപ്പോൾ പിന്നാലെ ആദർശ് പോണേൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ നവ്യോട് പറയണേ നവ്യെ ആണുങ്ങൾക്ക് ഒരു പരിധി വരെ മനസ്സിൽ നിന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ പെണ്ണുങ്ങൾക്ക് അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലുള്ളതൊക്കെ ചിലപ്പോൾ തുറന്നു പറഞ്ഞു എന്ന് വരും, അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് എങ്ങും തൊടാതെ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കണ്ട, നടന്നതൊക്കെ പകൽ പോലെ വ്യക്തം. പിന്നെ ആദർശമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്വല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ കമ്പനിയുടെ MD സ്ഥാനം രാജിവെക്കണം. എന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഇളയച്ചനൊക്കെ ഉണ്ടല്ലോ അവരിൽ ആരെങ്കിലും കമ്പനിയുടെ MD സ്ഥാനം ഏറ്റെടുക്കണം. അപ്പോൾ ആദർശ് പറയണ്ട കേട്ടോ അതിനെനിക്ക് 100 വട്ടം സമ്മതം, പക്ഷെ ഞാൻ രാജിവെക്കുന്ന ഒഴിവിലേക്ക് അവരാരും വരില്ല.
അവർക്കൊക്കെ ഞാൻ ആ സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹം. പിന്നെ നിനക്കൊരാഗ്രഹം ഉണ്ടാവും MD സ്ഥാനത്തേക്ക് നിന്റെ ഭർത്താവ് വരണമെന്ന്. അതെന്തായാലും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നീയും അപ്പച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റാരും അതിന് സമ്മതിക്കില്ല. കാരണം ഈ വീട്ടിലൊക്കെ അവനറിയാം എന്നെയും. അതും പറഞ്ഞിട്ട് ആദർശം ഉള്ളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഒരു എത്തും പിടുത്തം കിട്ടാതെ എന്താപ്പോൾ സംഭവിക്കുന്നത്, എത്തും പിടുത്തം കിട്ടാതെ നമ്മുടെ നവ്യ അവിടെ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.